ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോൻ്റെ എഞ്ചിനാണത്. നിലവിലത് ഓയിൽ തീർന്നു പോയിട്ട് പിസ്റ്റൺ കയറി പിടിച്ചിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതുണ്ടോ. അപ്പം നിലവിൽ സിലിണ്ടറിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് ഉണ്ട്. അത് സിലിണ്ടറിനകത്ത് പിസ്റ്റൺ ശരിക്കും അലുമിനിയം പിസ്റ്റണാണ്, അത് മൊത്തം ഉരുകി പിടിച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കണക്ടർ റോഡുമേയും അത് ഫുൾ ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ക്രാങ്കും സിലിണ്ടറും ഹെഡിൻ്റെ വാൽവുമാണ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ മാറ്റുന്ന രീതിയിലാണ് ആദ്യം പറഞ്ഞു തരുന്നത്. അതായത് പാർട്സ് മേടിച്ച് മാറ്റി കയറ്റുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം അതിൻ്റെ ലൈഫ് എൻഡിലേക്ക് കിട്ടും. കാരണം മാക്സിമം നമ്മൾ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പരമാവധി നമുക്ക് ലൈഫ് കിട്ടും. ഇപ്പോൾ നമുക്കത് ലോ കോസ്റ്റിൽ, അതായത് എമൗണ്ട് കുറച്ച് ചെയ്യാൻ പറഞ്ഞതും പ്രകാരം നമ്മളത് ലെയ്ത്ത് വർക്കായിട്ടാണ് ചെയ്യണത്. എങ്കിൽ കൂടി ലെയ്ത്ത് വർക്ക് ആണെങ്കിൽ പോലും നമ്മൾ 1 ഇയർ വാറണ്ടിയിലുള്ള വർക്കാണ് ചെയ്യുന്നത്. അതായത് തീരെ ലോ ആയിട്ടല്ല. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് ആയാലും സിലിണ്ടർ ആയാലും ഇതെല്ലാം വാറണ്ടി തന്നെയാണ് ചെയ്തെടുക്കുന്നത്. 1 വർഷം വാറണ്ടിയിലാണ് ചെയ്യണത്. അപ്പോൾ നമ്മളത് ലെയ്ത്ത് വർക്ക് ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഒന്ന് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് ഇത് കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡിൽ വന്ന ബെയറിങ് മാറ്റും. അതേപോലെ കണക്ടർ റോഡ് കിറ്റപ്പായിട്ട് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യണം. സിലിണ്ടർ പിസ്റ്റൺ എന്ന് പറയുമ്പോഴത്തേക്കും പിസ്റ്റൺ ഡാമേജ് വന്നു. ഇപ്പോൾ നമുക്ക് സിലിണ്ടർ പഴയത് തന്നെ ഉപയോഗിക്കും. ഇതിനകത്ത് വന്ന പിസ്റ്റൺ റിങ്സ്, അതിൻ്റെ പിസ്റ്റൺ പിന്നൊക്കെ വന്നത് പുതിയതായിരിക്കും. പിന്നെ ഉള്ളത് ഹെഡ് നമ്മളിപ്പോൾ മറ്റേപാട് ചെയ്താലും മാറ്റി ചെയ്താലും ഹെഡിനകത്ത് നമുക്ക് വേറെ ഒന്നും വന്നില്ല. ഈ വാൽവാണ് നമുക്ക് മാറ്റേണ്ടി വരിക. അപ്പോൾ വാൽവ് മാറ്റണം, അതിൻ്റെ ഗൈഡ് മാറ്റിയിട്ട് വാൽവ് സീറ്റ് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ നിലവിൽ എല്ലാ വർക്കും തന്നെ ലെയ്ത്ത് വർക്കായിട്ടാണ് ചെയ്തെടുത്തത്. ക്രാങ്കിൻ്റെ ആയാലും സിലിണ്ടറിൻ്റെ ആയാലും ഹെഡിൻ്റെ ആയാലും ലെയ്ത്ത് വർക്കായിട്ടാണ് ചെയ്ത് പഠിക്കുക. ഹെഡിൻ്റെ കേസ് അല്ലെങ്കിലും ലെയ്ത്ത് വർക്കായിട്ടാണ് നമ്മൾ ചെയ്തത്. വാൽവ് ലെയ്ത്തിൽ കൊടുത്ത് സീറ്റ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യാറ്. ഇതങ്ങനെയാണെങ്കിൽ കൂടി നമുക്ക് 1 ഇയർ വാറണ്ടിയിലാണ് ചെയ്യണേ. അത് വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഫോളോ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ 1 വർഷം വാറണ്ടിയിൽ നമുക്ക് കൂളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. തന്നെയല്ല, വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ പോലും നമ്മൾ കൃത്യമായിട്ട് സർവീസിൻ്റെ ആ ഒരു രീതി ഫോളോ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ പറഞ്ഞ രീതിയിലുള്ള എൻജിൻ വർക്ക് കാര്യങ്ങളൊന്നും വരില്ല. കാരണം നമുക്ക് അതിൻ്റെ ഒരു 90% കംപ്ലയിൻ്റ് ഇല്ലാണ്ട് വണ്ടി മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ വന്ന കംപ്ലയിൻസുകളാണ് കൂടുതലായിട്ടും. ഈ ഓയിലിൻ്റെ കേസൊക്കെ ആയാലും ഓയിൽ മാറ്റാൻ വൈകി പോകുമ്പോഴൊക്കെ വന്ന കേസുകളാണ് ഈ തേയ്മാനം കാര്യങ്ങളൊക്കെ കൂടുതലും വന്ന് പുകയുടെ പ്രശ്നങ്ങളൊക്കെ വന്ന് അതങ്ങനെയൊക്കെ വന്നത്. പിന്നെ ഹെഡ് ക്ലീൻ ചെയ്യേണ്ട സമയങ്ങളിൽ കൃത്യമായിട്ട് ഹെഡ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഹെഡിനകത്ത് കാർബൺ അടിഞ്ഞു കൂടും. അപ്പോൾ അത് നമുക്കൊരു 30,000 കിലോമീറ്ററിലാണ് ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യേണ്ടത്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എൻഡ് വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ ഈ വർക്ക് ചെയ്താൽ പോലും അടുത്ത 30,000 കിലോമീറ്ററിൽ ഹെഡൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യണം. അതാണ് ശരിക്കും അതിൻ്റെ പ്രൊസീജിയർ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണേ. അപ്പോൾ ഓൾറെഡി നമുക്ക് വാറണ്ടിയിൽ ആണ് വർക്ക് ചെയ്യണേ. സിലിണ്ടറും ഹെഡൊക്കെ ക്രാങ്ക് ഷാഫ്റ്റ് ആയാലും ലെയ്ത്ത് വർക്കായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ലെയ്ത്ത് വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് വണ്ടി സെറ്റ് ചെയ്യാൻ നേരത്ത് ബാക്കിയത്തെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും സർവീസ് ചെയ്യേണ്ട രീതികളും ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഓക്കെ.